കാര്യങ്ങൾ ആലോചിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പപ്പ എന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുപോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പപ്പയോട് സൈക്കിളിൽ ഞാൻ സ്കൂളിൽ പോയി, സൈക്കിളിൽ പോയി സ്കൂളിൽ ചേർത്ത് 1ാം ക്ലാസ്സിൽ ചേർത്ത് അവിടെ നിന്ന് പോന്നു. പിന്നെ ഫസ്റ്റ് ഡേ പോയതൊന്നും എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. എന്നാൽ അതിന്റെ ഇടയിലുള്ള 1ാം ക്ലാസ് തുടങ്ങി 4ാം ക്ലാസ് വരെയാണ് പല കാര്യങ്ങളും ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മള് ഫുള്ള് തല്ലുമൂടാണ്, എപ്പോഴും തല്ല് പിടിക്കും, ഷർട്ടിന്റെ ബട്ടൺസുകൾ പൊട്ടും, പഠിക്കുകയും ചെയ്യും. എങ്ങനെയാണ് പഠിക്കാമെന്ന് അറിയില്ല, പക്ഷെ പഠിക്കും, എന്തോ പഠിക്കും. 2ാം ക്ലാസ്സില് 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും ഒക്കെ ആനപ്പാറ സ്കൂളില് അന്നത്തെ ജഗജില്ലുകളായ സൈസാറായിരുന്നു ഞാൻ 1ാം ക്ലാസ്സില് പഠിക്കുമ്പോഴുള്ള അവിടുത്തെ ആകെയുള്ളൊരു സാറായിരുന്നു. മറ്റേ ക്ലബ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലത്തെ പരിപാടി, അതിന്റെ കോർഡിനേറ്റർ സാറായിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിൽ അത് ചേർന്നു. ഒറ്റ പ്രാവശ്യം ആ യൂണിഫോം ഇട്ട് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അപ്പോഴേക്ക് സാറ് ഇറ്റലിക്ക് പോയപ്പോ അത് നോക്കാനില്ലാണ്ടായി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ 2ാം ക്ലാസ്സില് ക്ലാസ് ടീച്ചർ, 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ടെസ്റ്റ് ടീച്ചറായിരുന്നു. ടെസ്റ്റ് ടീച്ചർ എന്റെ വീണ്ടും തൊട്ടപ്പുറത്തെ ടീച്ചറാണ്. ഞാനിങ്ങനെയൊക്കെ നാലാളോട് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ എല്ലാം പഠിച്ചതും എന്നെ അങ്ങനെ കൊണ്ടു നടന്നതൊക്കെ ടെസ്റ്റ് ടീച്ചറാണ്. എപ്പോഴും നമുക്കൊരു സ്പെഷ്യൽ കെയർ ടെസ്റ്റ് ടീച്ചർ തരുമായിരുന്നു അന്നെപ്പോഴും 4ാം ക്ലാസ് വരെ. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആഗ്നസ് ടീച്ചറായിരുന്നു ഹെഡ് മിസ്ട്രസ്. അത് കഴിഞ്ഞ് രണ്ടാമത് പുള്ളിക്കാരത്തി അന്ന് റിട്ടയർ ആയി കഴിയുമ്പോൾ ടെസ്റ്റ് ടീച്ചറായി ഹെഡ് മിസ്ട്രസ്. പിന്നെ ഞാൻ 2ാം ക്ലാസ്സിൽ ഷീല ടീച്ചർ ക്ലാസ് ടീച്ചർ. 2ാം ക്ലാസ് എനിക്ക് ഓർമ്മയുണ്ട്, ആ സ്റ്റേജിന്റെ അകത്തുള്ള ക്ലാസ് ആയിരുന്നു. പക്ഷെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഷീല ടീച്ചർ പ്രഗ്നന്റ് ആയിട്ട് ലീവിന് പോയി. 2ാമത്തെ കുട്ടിയാവുന്ന ടൈമിൽ ലീവിന് പോയപ്പോ അന്ന് വന്നതാണ് ഹേമ ടീച്ചറാണ് അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട് പിന്നെ വന്നത്. ഹേമ ടീച്ചർ നന്നായിരുന്നു. ഹേമ ടീച്ചർ എന്നെ കുറെ തല്ലിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഹേമ ടീച്ചറായിട്ട് വലിയ ടീച്ചറായിരുന്നു. ഹേമ ടീച്ചറായിട്ടുള്ളൊരു ഭയങ്കര ഇൻസിഡന്റ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം പറയില്ലേ, എല്ലാത്തിനും ഒരു സൈഡും മറ്റേ സൈഡും ഉണ്ട്. മറ്റേ സൈഡിൽ നിന്നാണ് നമുക്ക് തല്ല് കിട്ടുന്നത്, നമ്മുടെ സൈഡ് നോക്കുമ്പോൾ ഭയങ്കര ക്ലിയർ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ 2ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലുള്ള സുജിത്ത് നമ്മുടെ കുരുവി സുജിത്താണ് അന്ന് ക്ലാസ് പൂട്ടണതിന്റെ ആള്. സുജിത്ത് അല്ലെങ്കിൽ സദ്ദാമ് അല്ലെങ്കിൽ ഞാൻ. അപ്പൊ ഇവന്മാരായിട്ട് ഞാൻ മത്സരിക്കണം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 4ാം ക്ലാസ്സിൽ ഇവരായിട്ട് മത്സരം. എന്റെ ഈ താക്കോല് തൂങ്ങി കിടക്കുന്നത് ഓഫീസ് റൂമിന്റെ അവിടെ ആണിയുണ്ട്, ആ ആണിമേണ് ആ താക്കോൽ കൂട്ടം തൂങ്ങി കിടക്കാം. കിട്ടിയ എന്തോ വലിയ പവർ കിട്ടിയ പോലെയാ. അപ്പൊ ഇവന്മാരൊരു 4 മണിക്ക് ബെല്ലടിക്കും, 3:55 ആകുമ്പോൾ ചിലപ്പോ ഒരു വന്ന് എടുക്കും. ഒരു ദിവസം ഇവന്മാരിങ്ങനെ വന്ന നോക്കി നിന്ന്. ക്ലാസ്സിലെ ടീച്ചർ ഉണ്ട് കേട്ടോ, ടീച്ചർ എന്തൊക്കെയാ പറയണതെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല. ഇവന്മാരവിടുന്ന് വന്ന കണ്ടു, ഞാൻ ഓടിപ്പോയി താക്കോലെടുത്ത് ക്ലാസ്സിൽ കയറി. പക്ഷെ ഇവന്മാര് ക്ലാസ്സിൽ വന്നിട്ട് ഇതിന് വേറെ ആളുണ്ട്, ആരാന്ന് ഓർമ്മയില്ല. ഒരു ക്ലാസ്സിൽ വന്ന് എൻ്റെ അടുത്ത് താക്കോല് തരാൻ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ എന്നോട് താക്കോല് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. മറ്റേ ഈഗോ, കൊടുക്കൂല, എനിക്ക് അത് കൊടുത്താൽ മതി, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ മൊത്തം പൂട്ടാന്നുള്ള പണിയാണ് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്, അത് ചെയ്യാണ്ടിരിക്കാൻ വേണമെങ്കിൽ ഈസി ആയിട്ട്. പക്ഷെ അന്ന് കൊടുത്തില്ല. ടീച്ചർ തല്ലി കൊടുപ്പിച്ചു, 4-5 കീറുന്നു. എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഈ കൊണ്ട് ഞാൻ താക്കോല് കൊടുത്ത് കരഞ്ഞോട്ടോ, നന്നായിട്ട് കരഞ്ഞോട്ടോ. പിന്നെ 2ാം ക്ലാസ്സിലൊരു ഓർമ്മ, ക്ലാസ്സിലെ വെച്ചിട്ട് കണ്ണില് പേന ഇങ്ങനെ സംഭവം. അതായത് ഫ്രണ്ടിൽ നിന്ന് ആള് ബുക്ക് കാണിച്ചിട്ട് തിരിഞ്ഞപ്പോ ആ കൊച്ചിന്റെ കണ്ണില് ഇതിന്റെ നീണ്ടു നിന്ന് ആ പേന തട്ടി. അതൊരു വലിയ സീനാണ്. ഇന്ന് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കാൻ സാജൻ സാറുണ്ടായിരുന്നു. സാജൻ എന്നല്ലേ പുള്ളിയുടെ പേര്, സാജൻ തന്നെയാണ് എന്റെ ഓർമ്മ. പുള്ളി കറക്റ്റ് ഓട്ടോറിക്ഷയിൽ വന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ തന്നെ എടുത്ത് വേറെ ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങള് കുറെ നാൾ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വന്നു. 3ാം ക്ലാസ് പേടിപ്പെടുത്തുന്ന ക്ലാസ്. അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നമ്മൾ കേട്ട് പേടിച്ചിരിക്കുന്ന ഒരാളാണ് അവിടുത്തെ ക്ലാസ് ടീച്ചർ, അൽഫോൺസ് ടീച്ചർ. എന്തെങ്കിലും കാട്ടിയാ കീറി
കാട്ടിയാലും കീറി കിട്ടും, കാട്ടിയില്ലെങ്കിലും കീറി കിട്ടും. പക്ഷെ ഭയങ്കര 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും പറയും ഭയങ്കര ക്രൂരമായൊരു കഥയാണ് ടീച്ചറിനെ കുറിച്ച് എല്ലാവരും പറയാം. അൽഫോൺസ് ടീച്ചറിനെ കണ്ടാലേ എല്ലാവർക്കും പേടിയാണ്. അൽഫോൺസ് ടീച്ചറാണ് ബസ്സിലിരുന്ന്, ആ ബസ് തന്നെയാണ് ഒളിച്ചിരിക്കുന്ന പിള്ളേര് വരെ ഉണ്ടായിരുന്നു. ഞങ്ങള് 3ാം ക്ലാസ്സിലേക്ക് എത്തി. അതായത് ആ ഒരു കൊല്ലം കടന്നു പോണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. 3ാം ക്ലാസ്സിലെത്തി. 3ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പോണു. ടീച്ചറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് കുഴപ്പമില്ലാണ്ട് പോകും, ഇടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ ടീച്ചർ അടിപൊളിയായിരുന്നു. അതായത് അത് ശരിക്കും മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനും സ്റ്റിജോവും പോളൂട്ടനും കൂടി ഞങ്ങള് അങ്കമാലിയില് മത്സരത്തിന് പോയി. സജി സാറിന്റെ കൂടെയാണ് മത്സരത്തിന് പോയത്. ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് മത്സരം കഴിഞ്ഞിട്ട് ഞങ്ങളെ ടീച്ചറെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അങ്കമാലില് എനിക്ക് പോയ സ്ഥലം ഒന്നും ഓർമ്മില്ല, ഏതൊരു സ്ഥലത്ത് ടീച്ചറെ വീട് വീട്ടിൽ കൊണ്ടാക്കി. ടീച്ചറെ വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ടു. ടീച്ചർ വേറൊരു ടീച്ചറായിരുന്നു. അതായത് ഭയങ്കര. പിറ്റേ ദിവസം ആ കമ്പനി വെച്ചുകൊണ്ട് ക്ലാസ്സിക്ക് ചെന്ന് ടീച്ചറോട് വർത്താനം പറയാൻ ഒരു മൈൻഡില്ല. ഇന്നലെ ഇന്ന് അതായിരുന്നു മൂഡ്. അങ്ങനെ ഇത് 4ാം ക്ലാസ്സില് അപ്പോഴേക്കും സൈസാറ് തിരിച്ചെത്തി. 4ാം ക്ലാസ്സിലെ സാറ് സജി സാർ, അതൊരു മുറ്റം പരിപാടിയാണ്. സജി സാർ കിട്ടില്ലാണ്. സജി സാറിന് അറിയാം നമ്മൾ കള്ളത്തരം കാണിച്ചാലും സാറിനറിയാം കള്ളത്തരം കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു നമ്മളെ തളർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് സാറത് മൈൻഡ് ആക്കൂല. ഒരു ദിവസം ഇതുപോലെ പിള്ളേർ ഹോംവർക്ക് തന്ന് എന്നാലും സംഭവം എല്ലാവരും ഇങ്ങനെ വായിക്കുക. ഞാൻ ആ സംഭവം ചെയ്തിട്ടില്ല, അതായത് ഹോംവർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ബുക്കിങ്ങനെ എത്തി കഴിഞ്ഞപ്പോ ആ ക്വസ്റ്റിന്റെ ആൻസർ വായിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ബുക്കിൽ നോക്കിക്കൊണ്ട് ഉത്തരം പറഞ്ഞു. ബുക്കിൽ നോക്കി വായിക്കണ പോലെ കാണിച്ചിട്ട്, പക്ഷെ ഉത്തരം അവിടെ ഇല്ല. പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു. അപ്പുറത്തിരുന്ന് ജെറിൻ പന്നി അവൻ ഒറ്റ കൊടുത്തു. അവർ സാറേ ഇവന്റെ ബുക്കിൽ എഴുതിയിട്ടില്ല സാറേ എന്ന് പറഞ്ഞു. സാറിന് മനസ്സിലായി ഇവൻ എനിക്ക് കുറെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റൂല, ഇവൻ നോണ പറയും. സാറൊരു ബുക്ക് തരാന്ന് വെച്ചു. സാർ ആ ബുക്ക് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. സാറിനോട് പോയി വീട്ടിൽ പോയി എടുത്തിട്ട് വരും പറഞ്ഞു. എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ പോയി ഉത്തരം, പിന്നെ അപ്പൊ പറഞ്ഞ ഉത്തരം പോലെ തന്നെ എഴുതണം എന്നുള്ള ചിന്തിക്കണം മനസ്സിലാവും. അതുകൊണ്ട് വീട് വരെ ആ ഉത്തരം അങ്ങനെ പറഞ്ഞു നോക്കി പോയി വീട്ടിൽ ചെന്ന് എന്തൊക്കെയോ എഴുതി തിരിച്ച് കുറെ സമയം എടുത്തിട്ട് തിരിച്ചെത്തിട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ തവറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. 4ാം ക്ലാസ് പഠിക്കുന്ന പയ്യെ വീട്ടിൽ പോയി ഒരു എന്തൊരു സമയം എടുക്കും. അങ്ങനെ